ഇന്ന് ചെറിയ ടെൻഷനോടുകൂടിയാണ് കേട്ടോ എണീറ്റത്. ടെൻഷൻ എന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കുവാണ്. ഇന്ന് കുറച്ചധികം പച്ചക്കറികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം രാത്രി വരെയും നമുക്ക് എടുക്കണം. ഉച്ചയ്ക്കും രാത്രിയൊക്കെ സാമ്പാറായിരിക്കും. അപ്പോൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ മാക്സിമം ഉച്ചയ്ക്കും രാത്രിയൊക്കെ എടുക്കാൻ നോക്കും. അന്നത്തെ ദിവസം ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ നോക്കാറില്ല. കാരണം ചിലപ്പോൾ തലേ ദിവസത്തെ മീൻ കറിയൊക്കെ കാണും. അതും സാമ്പാറും നല്ല കോമ്പിനേഷനാണ്. പിന്നെ മീൻ വറുക്കാനും കാണും. അപ്പോൾ അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ടു. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ഇട്ടു. പിന്നെ ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വഴറ്റി അതിനകത്ത് പച്ചക്കറിയൊക്കെ വഴറ്റിയിട്ട് പിന്നെ പൊടികളിട്ട് പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചൊക്കെ സാമ്പാർ വയ്ക്കുന്നത്. എനിക്ക് ആ പരിപാടിയോട് ഒട്ടും താല്പര്യമില്ല. കാരണം നമുക്ക് എളുപ്പപ്പണിയാണല്ലോ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും കുക്കറിനകത്തോട്ടിട്ട് ഒരുമിച്ച് ഒരു 4 വിസിൽ നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ ഒന്ന് കടുക് താളിച്ചാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് നമ്മുടെ സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കീറിയിട്ടു. ഒന്ന് കലക്കിയെടുത്തിട്ട് ഞാൻ അതിനകത്തൊരു സ്പൂൺ ഇട്ടു കേട്ടോ. ഇത് ഞാൻ ഒരു 3ാമത്തെ പ്രാവശ്യമാണ് ട്രൈ ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം പാളിപ്പോയി, 2ാമത്തെ പ്രാവശ്യം ഒക്കെ ആയിരുന്നു. അപ്പം 3ാമത് ഇതാണ് കേട്ടോ ട്രൈ. അപ്പം അത് തൂവി പോവില്ല എന്നാണ് പറയാറ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ടെൻഷൻ. മാവ് പൊങ്ങി വരുമോ? ഇഡ്ഡലിക്കുള്ള മാവായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ വീട്ടിലെ ജോലി, അതായത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന മിക്കവരുടെയും ഒരു ടെൻഷൻ തന്നെയായിരിക്കും. തലേ ദിവസം ആട്ടി വയ്ക്കുന്ന മാവ് പിറ്റേ ദിവസം നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയി. ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 ദിവസത്തേക്കാണ് കേട്ടോ അരച്ചിട്ടത്. അതായത് ഇന്ന് ഇഡലിയാണെങ്കിൽ നാളെ ദോശയ്ക്ക്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ആ ഒരു വിസിലൊക്കെ കേട്ടല്ലോ, അതിൽ അത് തൂവി പോയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ദോശയ്ക്കുള്ള മാവെല്ലാം മാറ്റി വെച്ചിട്ട് ഇഡലി റെഡിയാക്കി. ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്ത് കടുക് താളിച്ചൊഴിച്ചു. അപ്പം ഞാൻ ഇന്നത്തെ സാമ്പാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ എടുക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. അല്ല, നിങ്ങളിപ്പോൾ രാവിലെ മാത്രമാണ് നമ്മുടെ സാമ്പാർ എടുക്കുന്നതെങ്കിൽ പച്ചവെള്ളം വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഉച്ചയ്ക്കും രാത്രിയൊക്കെ എടുക്കണമെങ്കിൽ ചൂടുവെള്ളം ചേർത്താൽ അത്യാവശ്യം ചീത്താവാതെ നമുക്കിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ചൂടുവെള്ളം ചേർത്താലും ഉച്ചയ്ക്ക് സാമ്പാർ എടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഓക്കെ.